പോകുന്നത് ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. അപ്പോൾ ഇതിന് ആദ്യം തന്നെ പഠിക്കുകയാണെങ്കിൽ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ആണ്. അപ്പോൾ അതിന് ഡെഫിനിഷൻ വരുന്നത് every body in the universe attract every other body with a force which is directly proportional to the product of the masses and inversely proportional to the square of the distance between them. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ വരുന്നത് ഇങ്ങനെയാണ്: എഫ് ഇസ് ഈക്വൽ ടു ജി എം എം ബൈ ആർ സ്ക്വയർ. ഇതിൽ എഫ് എന്ന് പറയുമ്പോൾ ഫോഴ്സ് ആണ്, ജി എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റൻ്റ് ആണ്, എം എന്ന് പറയുന്നത് മാസ് ആണ്, ആർ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് എർത്ത് ആണ്. അപ്പോൾ എഫിൻ്റെ അതായത് ഫോഴ്സിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുമ്പോൾ ന്യൂട്ടൺ ആണ്. ഇനി ജി, ഈ ജീൻ്റെ ക്യാപിറ്റൽ ലെറ്റർ ജി, നമുക്ക് ഇതിൽ ഗ്രാവിറ്റേഷനിൽ ക്യാപിറ്റൽ ലെറ്റർ ജി പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ സ്മോൾ ലെറ്റർ ജി പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ക്യാപിറ്റൽ ലെറ്റർ ജി ഡിനോട്ട് ചെയ്യുന്നത് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഈ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റൻ്റ് വാല്യൂ വരുന്നത് ഇങ്ങനെയാണ്: 6.67 × 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബൈ കിലോഗ്രാം സ്ക്വയർ. അപ്പോൾ ഈ വാല്യൂ എന്ന് പറയുന്നത് എന്താ SI സിസ്റ്റം അല്ലെങ്കിൽ MK സിസ്റ്റത്തിലാണ്. ഇനിയിപ്പോൾ CGS സിസ്റ്റം നോക്കുകയാണെങ്കിൽ 6.67 × 10⁻⁸ ഡൈൻ സെൻറ്റിമീറ്റർ സ്ക്വയർ ബൈ ഗ്രാം സ്ക്വയർ ആണ്. ഇനി ഇതിൽ റേഡിയസ്, അതായത് റേഡിയസ് ഓഫ് എർത്ത് എന്ന് പറയുമ്പോൾ 6400 കിലോമീറ്റർ ആണ്. ഈ ME എന്ന് കാണിച്ചിരിക്കുന്നത് മാസ് ഓഫ് ദി എർത്ത് ആണ്. അതിൻ്റെ വാല്യൂ വരുന്നത് 6 × 10⁻24 കിലോഗ്രാം ആണ്. ഈ ചില ക്വസ്റ്റ്യനിൽ നമുക്ക് MN കാണാം. അപ്പോൾ ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കണം അത് മില്ലി ന്യൂട്ടൺ ആണെന്ന്. ഇനി ഈ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റൻറ്റ്, അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് വിൽ നെവർ ചേഞ്ച്. ഇപ്പോൾ നമ്മൾ നമ്മുടെ എർത്ത് വിട്ട്, അതായത് നമ്മുടെ ഭൂമി വിട്ട് വേറെ ഏതെങ്കിലും പ്ലാനറ്റിൽ പോവുകയാണെങ്കിലും ഇതിൻ്റെ വാല്യൂ ചേഞ്ച് ആവില്ല. ഇനിയിപ്പോൾ നമ്മുടെ ഭൂമി വിട്ടല്ല, നമ്മുടെ ഗാലക്സി, അതായത് മിൽക്കി വേ ഗാലക്സി വിട്ട് വേറെ ഏതെങ്കിലും ഗാലക്സി പോവുകയാണെങ്കിലും ഈ ജീൻ്റെ വാല്യൂ മാറില്ല, എപ്പോഴും അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇനി നമ്മുടെ ഈ ഫോഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇറ്റ് ഡസൻ ഡിപ്പെൻഡ് ഓൺ മീഡിയം. ഇപ്പോൾ ഞാൻ 2 മാസ് എടുത്തു, ആ 2 മാസിൻ്റെ ഇടയിൽ ഒരു R ഡിസ്റ്റൻസ് ഉണ്ട്, ഇനി അതിൻ്റെ ഇടയിലൊരു ഫോഴ്സ് F ഉണ്ട്. ഇനി ആ 2 മാസ് തന്നെ ഞാനിപ്പോൾ വേറെ ഏതെങ്കിലും മീഡിയത്തിൽ കൊണ്ടുവച്ചു, അതായത് ഇപ്പോൾ ശൂന്യതയിൽ കൊണ്ടുവച്ചു, അല്ലെങ്കിൽ ഇപ്പോൾ മണ്ണെണ്ണയിൽ കൊണ്ടുവച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിലും ഈ F എന്ന് പറഞ്ഞ വാല്യൂ ചേഞ്ച് ആവില്ല. ഓക്കെ, അതായത് F ഡസൻ ഡിപ്പെൻഡ് ഓൺ മീഡിയം. ഓക്കെ, ഇപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ്, അതായത് ഇറ്റ് ഈസ് അട്രാക്റ്റീവ്, ഇറ്റ് ഈസ് കൺസർവേറ്റീവ് ഫോഴ്സ്, ഇറ്റ് ഈസ് സെൻട്രൽ ഫോഴ്സ്, ആൻഡ് ഇറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് മീഡിയം. ഓക്കെ, ഈ ഇൻഡിപെൻഡൻറ്റ് ഓഫ് മീഡിയം എന്ന് പറഞ്ഞാൽ ഈ കോൺസെപ്റ്റിൽ തന്നെ 2-3 ക്വസ്റ്റ്യൻസ് ജെയിൽ കാണാൻ പറ്റും. ഓക്കെ, ആൻഡ് ഈ പിന്നെയെന്ന് പറയുമ്പോൾ ലോങ് റേഞ്ച് ഫോഴ്സ് ആണ്, ആൻഡ് ഉള്ളതിൽ വെച്ച് ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ് ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ സ്മോൾ ലെറ്റർ ജി ആണ്. ബേസിക്കലി സ്മോൾ ലെറ്റർ ജി ഡിനോട്ട് ചെയ്യുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ഓക്കെ, ഇനി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 3 കേസസിലുണ്ട് പഠിക്കാൻ. ഒന്ന് സർഫസ് ഓഫ് ദി എർത്തിൽ, പിന്നെ സർഫസ് വിട്ട് വേറെ ഏതെങ്കിലും ഹൈറ്റിൽ പോയുള്ള അവിടുത്തെ ആക്സിലറേഷൻ, പിന്നെ എന്താ പറയുക ഭൂമി കുഴിച്ച് അതിൻ്റെ ഉള്ള ഡെപ്തിലുള്ള ആക്സിലറേഷൻ. ഓക്കെ, ഇനി ആദ്യം തന്നെ പഠിക്കാനുള്ളത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് സർഫസ് ആണ്. ഈ ആദ്യം നമ്മൾ GS എന്നാണ് ഇപ്പോൾ ഇവിടെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു GM/r². ആൻഡ് ഇതിൻ്റെ വാല്യൂ ആണ് നമ്മൾ പഠിക്കുന്നത് 9.8 m/s². ഓക്കെ, ഇനി ഒരു ഹൈറ്റിൽ പോയാലുള്ളത് ഓക്കെ ഹിയർ അതിൻ്റെ ഈക്വേഷൻ വരുന്നത് GS/1 + h/r² ആണ്. ഈ GS എന്ന് പറയുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അത് സർഫസ് ഓഫ് ദി എർത്ത് ആണ്. അപ്പോൾ അതിൻ്റെ പിന്നിൽ അത്യാവശ്യം പ്രൂഫുണ്ട്, പക്ഷേ നമുക്ക് ജിക്ക് വേണ്ടി അത് പഠിക്കേണ്ട ആവശ്യമില്ല. ഈ ഇക്വേഷൻ മാത്രമല്ല, അതിന് 3 ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം. ബേസിക്കായിട്ട് നമുക്ക് ഈ 2 ഇക്വേഷൻ ഉപയോഗിക്കാം. അത് GM/r+h² അല്ലെങ്കിൽ GR²/r+h². മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത് ഈ GM എവിടെ കാണുന്നത് നമുക്ക് അവിടെ ഈ GR² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ, അതായത് ഇതിൽ ഇപ്പോൾ ഈ ജീൻ്റെ അവിടേക്ക് ഈ R² അങ്ങോട്ട് പോയാൽ GR² = GM എന്ന് കിട്ടും. അപ്പോൾ ആ ഒരു സംഭവമാണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഹൈറ്റ്, ഈ സർഫസ് വിട്ട് പോയ ഹൈറ്റ് വളരെ ചെറുതാണെന്ന് വെച്ചാൽ അത്രയും ചെറുതാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കാം. അതായത് GH = GS × 1 - 2h/r. ഓക്കെ, അപ്പോൾ ഇത് അങ്ങനെ യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല, പക്ഷേ എങ്കിൽ പോലും ഒരു 100 കിലോമീറ്ററിന് താഴെ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. ഇനി നമുക്ക് ഉപയോഗിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. അത് ഡെപ്തിൻ്റെ കേസിലാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു GD = GS × 1 - d/r ആണ്. ഇനി ഇവിടെ വരാനുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ G അറ്റ് ദി സെൻറ്റർ ഓഫ് ദി എർത്ത്, അതിൻ്റെ ആൻസർ 0 ആണ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക.
അതായത് ഇതിൽ ഇപ്പോൾ 1 - ഇപ്പോൾ ഡി എന്ന് പറയുന്നത് ആറാന്ന് വിചാരിക്കുക, അതായത് റേഡിയസ് ഓഫ് ദി എർത്ത് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ കുഴിച്ച് അറ്റ് ദി സെൻറ്റർ ഓഫ് ദി എർത്ത് എത്തി. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വാല്യൂ ആയിരിക്കും. ഓക്കെ, അപ്പോൾ R/R എന്ന് പറയുന്നത് 1 ആയിരിക്കും. അപ്പോൾ 1 - 1 എന്ന് പറയുമ്പോൾ 0 ഇൻറ്റു ജി എസും അപ്പോഴും 0 ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ജി ഡി ഇസിക്വൽ ടു ജി അറ്റ് ദി സെൻറ്റർ ഓഫ് ദി എർത്ത് ഇസിക്വൽ ടു 0 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വേറെ ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ആണിത്. ജി എസ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ മാസ് ഓഫ് ദി ബോഡി. ഇപ്പോൾ നമുക്ക് ഒരു മാസ് 50 കിലോനാണ് 60 കിലോനാണെന്ന് പറയും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നമ്മൾ ട്രിക്കാക്കാൻ വേണ്ടി തരുന്ന ഒരു ട്രിക്കാക്കാൻ വേണ്ടി തരുന്നതാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദി മാസ് ഓഫ് ദി ബോഡി. ഓക്കെ,